ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് സാധാരണ ദിവസങ്ങളിലെ 22-ാം ആഴ്ചയുടെ തിങ്കളാഴ്ചയിൽ ദൈവവചനത്തിന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു ചെല്ലുന്നത് ഒരു അത്യന്തം വിലപ്പെട്ട അനുഗ്രഹമാകുന്നു. ഈ ദിനത്തിൽ സഭ മുന്നിൽ വെക്കുന്ന വായനകൾ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും മാത്രമല്ല, നമ്മുടെ ജീവിതപാതകളെയും മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ആശയം ഉയർത്തിക്കാട്ടി പ്രത്യാശയുടെ അടിത്തറയിൽ ഉറച്ചു നിൽക്കേണ്ടതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നു. സുവിശേഷം വിടറും നസറത്തിൽ സ്വന്തം ജനങ്ങൾക്കിടയിൽ ഈശോ പ്രഖ്യാപിച്ച മിശിഹ ദൗത്യത്തെയും അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്ന അനുഭവത്തെയും നമ്മിൽ തെളിച്ചമാക്കുന്നു. ഈ രണ്ട് വചനങ്ങളും ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രത്യാശയോടെ ജീവിക്കേണ്ടതിന്റെ മഹത്വം വ്യക്തമായി മനസ്സിലാക്കാം. ഒരിക്കലും നിരാശപ്പെടാതെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ നമ്മെ ക്ഷണിക്കുന്നതാണ് ഈ ദൈവവചനങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ പിതാവേ, അങ്ങയുടെ ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശവും നമ്മുടെ യാത്രകൾക്ക് വഴികാട്ടലും നൽകണമേ. അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ വചനങ്ങൾ മുഖേന പ്രത്യാശയിൽ ഉറച്ചു ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒന്നാം വായന വിശുദ്ധ പൗലോസ് തെസലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനത്തിലെ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ വിശ്വാസികൾക്കായി ഒരത്യന്തം വിലപ്പെട്ട സന്ദേശമുണ്ട്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും അതിർത്തി കടന്നുപോകുന്ന പ്രത്യാശയുടെ സുവിശേഷം. സഹോദരന്മാരെ, മരണം ഉറക്കം പോലെ മാത്രമാണെന്ന് മനസ്സിലാക്കുക. പ്രത്യാശയില്ലാത്തവരെ പോലെ വിഷാദത്തിലാകരുത്. കാരണം ഈശോ മരിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന സത്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവനിൽ ഉറക്കമുണർന്നവരെല്ലാവരും ദൈവത്തോടുകൂടെ തിരിച്ചുവരും. കർത്താവിന്റെ ആഗമനത്തിൽ ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവിച്ചിരിക്കുന്നവർ മേഘങ്ങളിൽ ഉയർത്തപ്പെടുകയും അവനോടുകൂടെ എന്നും കഴിയുകയും ചെയ്യും. ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മരണം അവസാനമല്ലെന്നും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കായി നിത്യജീവിതം കാത്തിരിക്കുന്നു എന്നും തന്നെയാണ്. അതുകൊണ്ടുതന്നെ പരസ്പരം ആശ്വാസം നൽകാനും പ്രത്യാശയിൽ ജീവിക്കാനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹിതരെ, തെസലോനിക്കയിലെ വിശ്വാസികൾക്കുണ്ടായിരുന്ന ആശങ്കകൾക്കുള്ള മറുപടിയായി വിശുദ്ധ പൗലോസ് എഴുതിയ ഈ വചനങ്ങൾ ഇന്നും നമ്മെ ആശ്വസിപ്പിക്കുന്നു. അവർക്ക് ഏറ്റവും വലിയ ചോദ്യം ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മരിച്ചവർക്ക് എന്താകും വിധി എന്നതായിരുന്നു. കാരണം അവരെ ചുറ്റിപ്പറ്റിയിരുന്ന സംസ്കാരങ്ങൾ മരണത്തിനു ശേഷം പ്രത്യാശയെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനികൾക്കായി മരണം ഒരവസാനമല്ല, മറിച്ച് നിത്യജീവിതത്തിലേക്കുള്ള കവാടമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഉറച്ചു വിളിക്കുന്നത്, ഈശോ മരിക്കുകയും ഉയിർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അവനിൽ നിദ്ര പ്രാപിച്ചവർ ദൈവത്തോടുകൂടെ ജീവിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഈശോയുടെ ഉയിർത്തെഴുന്നേൽപ്പാണ്. മരണം ഇവിടെ നിദ്രയായി ചിത്രീകരിക്കപ്പെടുന്നത് വളരെ മനോഹരമാണ്. ഒരു താൽക്കാലിക ഉറക്കം, പിന്നെ ശാശ്വതമായ ഉണർവ്. ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം സ്വാഭാവികമെങ്കിലും അത് പ്രത്യാശയില്ലാത്തവരുടെ വേദനയായിരിക്കരുത്. കാരണം നാം ഉറച്ചു നിൽക്കുന്ന സത്യമാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർ ദൈവത്തോടുകൂടെ ആയിരിക്കുന്നുവെന്നും കർത്താവിന്റെ 2-ാം വരവിൽ അവർ ആദ്യം ഉയിർത്തെഴുന്നേൽക്കുമെന്നും പിന്നെ ജീവിച്ചിരിക്കുന്ന നാം അവരോടൊപ്പം അവനെ നേരിടുമെന്നും. ഇതെല്ലാം ഒരു ആശ്വാസകഥയല്ല, മറിച്ച് ദൈവം തന്നെയുള്ള ഉറപ്പായ വാഗ്ദാനമാണ്. ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന സത്യം പ്രത്യാശയുടെ മഹത്വമാണ്. ജീവിതത്തിൽ ദുഃഖത്തിലും നഷ്ടത്തിലും നമ്മൾ കടന്നുപോകുമ്പോൾ ഈ സന്ദേശം ആത്മീയ ആശ്വാസമായി മാറുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക്
മരണം അവസാനമല്ലെന്ന വിശ്വാസം വലിയ ശക്തി നൽകുന്നു. പലരും മരണത്തെ ഭയത്തോടെ കാണുമ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവത്തിലേക്കുള്ള അടുത്ത യാത്ര മാത്രമാണ്. ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. ഒരു കുഞ്ഞുറങ്ങുമ്പോൾ മാതാപിതാക്കൾക്ക് ഉറപ്പുണ്ട് അവൻ സുരക്ഷിതനാണെന്നും രാവിലെ വീണ്ടും ഉണരുമെന്നും. അതുപോലെ ദൈവം നമ്മളെയും തന്റെ കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. വിശ്വാസത്തിൽ ഉറങ്ങിയവർ ശാശ്വത ജീവിതത്തിൽ ഉണരുന്നതായി അവിടുന്ന് ഉറപ്പു നൽകുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തെ പുതിയ അർത്ഥത്തിൽ നിറയ്ക്കുന്ന പ്രത്യാശ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുക. പ്രത്യാശ പങ്കുവെക്കുന്നവർ പരസ്പരം കരുത്താവുകയും അനുഗ്രഹമാവുകയും ചെയ്യുന്നു. ഇതിന്റെ പൂർത്തിയിലേക്കാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ കൈപിടിച്ചു നടത്തുന്നത്. ലൂക്കാ സുവിശേഷത്തിലെ 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ നസറത്തിൽ വളർന്ന ഈശോ സാബത്ത് ദിനത്തിൽ സിനഗോഗിൽ എഴുന്നേറ്റ് പ്രവാചകൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രർക്കു സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്നേഹിതരെ, പ്രവാചകൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് ഈശോ പ്രഖ്യാപിച്ച സന്ദേശം അത്യന്തം വിപ്ലവാത്മകമായിരുന്നു. ബന്ധിതർക്കു മോചനവും, അന്ധർക്കു കാഴ്ചയും, തടവിലായവർക്കു സ്വാതന്ത്ര്യവും, കർത്താവിന്റെ അനുകൂല വർഷം പ്രഖ്യാപിക്കലും. ഈ വചനങ്ങൾ വായിച്ച ശേഷം അവൻ ചുരുളടച്ചു ശുശ്രൂഷകനു തിരികെ നൽകിയിരുന്നപ്പോൾ സിനഗോഗിലുണ്ടായിരുന്നവരുടെ കണ്ണുകളെല്ലാം അവനിൽ കേന്ദ്രീകരിച്ചു. പിന്നെ അവൻ പ്രഖ്യാപിച്ചു, നിങ്ങൾ കേട്ട ഈ തിരുവെഴുത്ത് ഇന്നു തന്നെ നിറവേറ്റപ്പെട്ടു. ആദ്യം ആളുകൾ അത്ഭുതത്തോടെ അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട കൃപാസമൃദ്ധമായ വചനങ്ങളിൽ വിസ്മയപ്പെട്ടു. എന്നാൽ ഉടൻ തന്നെ അവന്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തെ വെല്ലുവിളിച്ചു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ സംശയത്തോടെ ചോദിച്ചു. അതിനുത്തരമായി ഈശോ പറഞ്ഞു, ഒരു പ്രവാചകനും തന്റെ നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. പിന്നെ അവൻ പഴയ ചരിത്രത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഏലിയ പ്രവാചകൻ ഇസ്രായേലിലെ വിധവമാരിലൊരാളുടെയും അടുത്തേക്ക് അയക്കപ്പെട്ടില്ല, മറിച്ച് സിദോനിലെ ഒരു വിധവയിലേക്കു മാത്രമേ പോയിരുന്നുള്ളൂ. അതുപോലെ എലീശായുടെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നിട്ടും ശുദ്ധീകരിക്കപ്പെട്ടത് സിറിയക്കാരനായ നയമാനായിരുന്നു. ഈ വാക്കുകൾ കേട്ട് ജനങ്ങൾ ക്രോധത്തോടെ നിറഞ്ഞു. അവർ അവനെ പട്ടണത്തിനു പുറത്താക്കി കുന്നിന്റെ ചെരിവിലേക്കു കൊണ്ടുപോയി താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. എന്നാൽ അത്ഭുതകരമായി അവൻ അവരുടെ നടുവിലൂടെ ശാന്തമായി കടന്നുപോയി. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ പൊതുജീവിതത്തിലെ നിർണായകമായ ഒരു തിരിമുറിയാണ്. താൻ വളർന്ന നസറത്തിലെ സിനഗോഗിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് തന്റെ മിശിഹാ ദൗത്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ദരിദ്രർക്ക് സുവിശേഷം എത്തിക്കുക, ബന്ധിതർക്കു മോചനം നൽകുക, അന്ധർക്കു കാഴ്ച വീണ്ടെടുക്കുക, തടവിലായവർക്ക് സ്വാതന്ത്ര്യം നൽകുക, കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ വർഷം പ്രഖ്യാപിക്കുക. ഈ വചനങ്ങൾ വെറും ഭാവിയിലെ ഒരു പ്രവചനം മാത്രമല്ലെന്ന്, മറിച്ച് ഇന്ന് തന്നെ ഇത് നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിലൂടെ തന്നെ അവയെ പൂർത്തീകരിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കുന്നു. ആദ്യം ജനങ്ങൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അവന്റെ വാക്കുകൾ കൃപയാൽ നിറഞ്ഞതായി പ്രശംസിച്ചു. എങ്കിലും ഉടൻ തന്നെ സംശയവും അവിശ്വാസവും ഉയർന്നു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവരുടെ കണ്ണിൽ ഒരു സാധാരണ ഗ്രാമവാസിയായിരുന്ന ഈശോ എങ്ങനെയാണിങ്ങനെ അധികാരത്തോടെ സംസാരിക്കുന്നത്? വൈദ്യനെ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന പഴമൊഴി അവർ ഉന്നയിച്ചപ്പോൾ അവരുടെ മനസ്സിൽ അവിശ്വാസം തെളിഞ്ഞു. അതിന് മറുപടിയായി ഈശോ പറഞ്ഞു, ഒരു പ്രവാചകനും തന്റെ നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. ഈ വാക്കുകൾ വെറും ചരിത്രപരമായ പ്രസ്താവനയല്ല, മറിച്ച് മനുഷ്യരുടെ പൊതുവായ പ്രവണതയെ വെളിപ്പെടുത്തുന്ന സത്യം കൂടിയാണ്.
പരിചിതരായ ആളുകളിൽ നിന്നും വലിയ കാര്യം പ്രതീക്ഷിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാത്ത അവസ്ഥ. നമ്മുടെ മുൻധാരണകളും ചിന്തകളുടെ ചട്ടക്കൂടുകളും മറ്റുള്ളവരുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നതിൽ നിന്നും നമ്മെ തടയുന്നു. സ്നേഹിതരെ, ഏലിയായുടെയും എലീശായുടെയും ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈശോ വ്യക്തമാക്കുന്നത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് യാതൊരു മതിലുകളുമില്ല എന്ന സത്യമാണ്. ഇസ്രായേലിൽ അനേകം വിധവമാരുണ്ടായിരുന്നിട്ടും ഏലിയ അയക്കപ്പെട്ടത് സാരഫാത്തിലെ ഒരു അന്യജാതി സ്ത്രീയിലേക്കായിരുന്നു. അതുപോലെ ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിട്ടും ഏലീശ ശുദ്ധീകരിച്ചത് സിറിയക്കാരനായ നയമാനെ മാത്രമാണ്. മനുഷ്യരുടെ ചിന്തയും ദൈവത്തിന്റെ തീരുമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയിലൂടെ വ്യക്തമായി തെളിഞ്ഞു. എന്നാൽ ഈ വാക്കുകൾ കേട്ട് ജനങ്ങളുടെ സമീപനം ഉടൻ തന്നെ മാറി. ആശ്ചര്യത്തിലും അംഗീകാരത്തിലും നിന്നവർ കോപത്തിലും വൈരാഗ്യത്തിലും വീണു. അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി കുന്നിൻ മുകളിൽ നിന്ന് തള്ളിയിടാൻ പോലും ശ്രമിച്ചു. അവിശ്വാസം എങ്ങനെയാണ് വെറുപ്പിന്റെ രൂപം എടുക്കുന്നത് എന്നതിന് ഇത് വ്യക്തമായ ഉദാഹരണമാണ്. ദൈവവചനം നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ചുരുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മെ സത്യത്തിൽ നിന്ന് അകറ്റുകയും ക്രോധത്തിലേക്കും കടുപ്പത്തിലേക്കും നയിക്കുകയും ചെയ്യും. എങ്കിലും യേശു അവരുടെ നടുവിലൂടെ ശാന്തമായി കടന്നുപോയി. ദൈവത്തിന്റെ ശക്തിയും പരമാധികാരവും ആരാലും തടയാനാവില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാണ്. ഒന്നാമതായി, നമ്മൾ പലർക്കും പ്രശ്നങ്ങളിലും വെല്ലുവിളികളിലും യേശുവിടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാറില്ല. മുൻധാരണകളും സംശയങ്ങളും അവനെ കാണുന്നതിൽ നിന്ന് നമ്മെ തടയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം. രണ്ടാമതായി, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരാളിലോ ഒരു സമൂഹത്തിലോ ഒതുങ്ങുന്നതല്ല. മറിച്ച് സർവർക്കും ഒരുപോലെ തുറന്നിരിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളാണ്. ദൈവം ഒരു കൂട്ടർക്കോ ഒരു ദേശത്തിനോ മാത്രം ബന്ധിച്ചിരിക്കുന്നവനല്ല. അവിടുത്തെ കരുണ ലോകമെമ്പാടുമുള്ള ഏവർക്കുമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ചുരുങ്ങിയ ചിന്തകളിൽ അടച്ചുവെക്കാതെ വിശാലമായ ഹൃദയത്തോടെ നമ്മെ ചുറ്റിപ്പറ്റിയ ദരിദ്രരെയും ബന്ധിതരെയും അന്ധരെയും അവഗണിക്കപ്പെട്ടവരെയും കാണാൻ പഠിക്കണം. അവർക്കു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സ്പർശം എത്തിക്കുക നമ്മുടെ വ്യക്തിഗത ഉത്തരവാദിത്തവുമാണ്. ഒരു കുടുംബത്തിലെ അച്ഛൻ പ്രതിദിനം ബൈബിൾ വായിച്ചിരുന്നെങ്കിലും മക്കൾക്കത് ഒരു ശീലമായി മാത്രം തോന്നി. എന്നാൽ ഒരു സുഹൃത്ത് പ്രതിസന്ധിയിലായപ്പോൾ അച്ഛൻ തന്റെ കൈവശമുണ്ടായിരുന്നതെല്ലാം നൽകി സഹായിച്ചു. അന്ന് മകൻ തിരിച്ചറിഞ്ഞു, അച്ഛൻ വായിക്കുന്ന വചനത്തിന്റെ അർത്ഥം ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതുപോലെ ക്രിസ്തുവിന്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് ജീവിച്ചിരിക്കുന്ന സുവിശേഷമാകുന്നത്. ഓരോരുത്തരും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രവാചകന്മാരെ പോലെ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ വീട്ടിലും സമൂഹത്തിലും നേരിടുന്ന എതിർപ്പുകൾ നമ്മെ പലപ്പോഴും തളർത്തും. പക്ഷേ ഈശോ തന്റെ നാട്ടുകാരുടെ നടുവിലൂടെ കടന്നുപോയതുപോലെ നമുക്കും ദൈവശക്തിയിൽ ആശ്രയിച്ചു മുന്നേറണം. ക്രിസ്തുവിന്റെ ദൗത്യം എല്ലായ്പ്പോഴും അകറ്റി നിർത്തപ്പെട്ടവരോടാണ്. അവരെ കാണാനും സഹായിക്കാനും അവിടുത്തെ സ്നേഹമെത്തിക്കാനുമുള്ള ചുമതല നമുക്കെല്ലാവർക്കുമുണ്ട്. സ്നേഹിതരെ, ഒന്നാം വായനയും സുവിശേഷവും ചേർന്ന് നമ്മോട് വെളിപ്പെടുത്തുന്ന സത്യം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നിന്നുവരുന്ന പ്രത്യാശയാണ്. ഒന്നാം വായനയിൽ മരണം ഒരു അവസാനമല്ലെന്നും പുനരുത്ഥാനത്തിലെ പ്രത്യാശ നമ്മുടെ ഭയത്തെ നീക്കുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം സുവിശേഷം ഈശോ തന്റെ മിശിഹാ ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവവചനം നമ്മുടെ ദിനചര്യയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും മാറ്റമില്ലാത്തവയാണ്. അത് ജീവനെക്കുറിച്ചായാലും രക്ഷയെക്കുറിച്ചായാലും. ജീവിതത്തിൽ നഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഞാൻ നിങ്ങളോടുകൂടെയിരിക്കുന്നു എന്ന ഈശോയുടെ വാക്ക് നമ്മെ കരുത്തുറ്റവരാക്കണം. ദരിദ്രർക്കായി വന്ന യേശുവിനെ പോലെ നാം ഓരോരുത്തരും നമ്മുടെ ഇടയിലെ സാമ്പത്തികമായും ആത്മീയമായും മാനസികമായും ദരിദ്രരായവരിലേക്ക് സ്നേഹത്തിന്റെ കരങ്ങൾ നീട്ടണം. കുടുംബത്തിൽ സമാധാനദൂതരാകാനും ജോലിസ്ഥലത്ത് നീതിക്കുവേണ്ടി നിലകൊള്ളാനും സുഹൃത്തുക്കൾക്കിടയിൽ പ്രത്യാശയുടെ വചനങ്ങൾ വിതറാനും നമ്മൾ ശ്രമിക്കണം. അതുപോലെ
ഈ വചനം കേട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ചെറുതെങ്കിലും പ്രായോഗികമായ ചുവടുകളെടുക്കാം. ഒരു പ്രോത്സാഹനവാക്ക്, ഒരു സ്നേഹപൂർവമായ പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം. പലപ്പോഴും അത്തരത്തിലുള്ള ചെറിയ പ്രവൃത്തികളാണ് വലിയ മാറ്റങ്ങൾക്ക് വിത്താകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക കുഴപ്പങ്ങൾ, ആരോഗ്യപ്രശ്നങ്ങൾ, കുടുംബത്തിലെ സംഘർഷങ്ങൾ, ജോലിയിലെ സമ്മർദ്ദങ്ങൾ എന്നിങ്ങനെ പല വെല്ലുവിളികളും വരാം. എങ്കിലും ഈശോയുടെ വചനം നമ്മുടെ മനസ്സിൽ പ്രത്യാശയുടെ പ്രകാശം തെളിയിക്കുന്നു. അവിടുന്ന് നമ്മോടൊപ്പമുണ്ടെങ്കിൽ ഏതൊരു പ്രയാസവും അതിജീവിക്കാനാകുമെന്ന് വിശ്വാസത്തോടെ മുന്നേറാം. കാരണം അവിടുന്ന് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന വിശ്വസ്തനായ ദൈവമാണ്.